എല്ലാവർക്കും നമസ്കാരം. മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള സർക്കാരിൻ്റെ കീഴിൽ കേരള PSC വഴി വിവിധ വകുപ്പിൽ ജോലി നേടാവുന്നതാണ്. കേരള PSCയുടെ പുതിയ വിജ്ഞാപനം വന്നിട്ടുണ്ട്. ഡിസംബർ മാസത്തിൽ ഓൾറെഡി വിജ്ഞാപനം വന്നതാണ്. ഇപ്പോൾ ഡിസംബർ 16-ാം തീയതിയാണ് പുതിയ ഗസറ്റിൽ നോട്ടിഫിക്കേഷൻ വന്നത്. ഈ നോട്ടിഫിക്കേഷൻ പ്രകാരം 460 മുതൽ 504 വരെയാണ് കാറ്റഗറി നമ്പർ വരുന്നത്. ഈ ജോലിക്കെല്ലാം തന്നെ അപേക്ഷിക്കേണ്ട അവസാന തീയതി ജനുവരി 15 അപ്പോൾ ഏതൊക്കെയാണ് ജോലികളെന്നും ഡിപ്പാർട്ട്മെൻറ്റും ഒക്കെ നോക്കാം. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികളും ഡീറ്റെയിൽസും ഒക്കെ അറിയാനായിട്ട് ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ കേരള PSCയുടെയാണ് നോട്ടിഫിക്കേഷൻ വന്നത്. കേരള സർക്കാരിൻ്റെ കീഴിൽ വിവിധ വകുപ്പിലാണ് ജോലി വരുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് ഡിപ്പാർട്ട്മെൻ്റ് എന്നും തസ്തിക ഏതാണെന്നും നോക്കാം. ആദ്യത്തെ പോസ്റ്റ് സീനിയർ മാനേജർ മാർക്കറ്റിംഗ് ആണ്. ഡിപ്പാർട്ട്മെൻറ്റ് KCMMF ലിമിറ്റഡ് ആണ്. പാർട്ട് 1 ജനറൽ കാറ്റഗറിയാണ്. കാറ്റഗറി നമ്പർ 460/2024. ഇത് തന്നെ സൊസൈറ്റി കാറ്റഗറി വരുന്നുണ്ട്. കാറ്റഗറി നമ്പർ 461/2024. അടുത്തത് സെയിം ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയാണ്. തസ്തിക സീനിയർ മാനേജർ പ്രൊജക്റ്റ് ആണ്. അത് തന്നെ പാർട്ട് 1 ജനറൽ കാറ്റഗറിയും സൊസൈറ്റി കാറ്റഗറിയും വരുന്നുണ്ട്. കാറ്റഗറി നമ്പർ 462/2024, 463/2024 വരുന്നത്. ഇനി അടുത്തത് സീനിയർ മാനേജർ HRD ആണ്. ഡിപ്പാർട്ട്മെൻറ്റ് സെയിം തന്നെയാണ്. KCMMF ലിമിറ്റഡ് ആണ്. പാർട്ട് 1 ജനറൽ കാറ്റഗറി, പാർട്ട് 2 സൊസൈറ്റി കാറ്റഗറി ഉണ്ട്. കാറ്റഗറി നമ്പർ 464/2024, 465/2024 ആണ്. ഇനി അടുത്തത് അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെൻ്റ് ആണ്. കാറ്റഗറി നമ്പർ 466/2024. അടുത്തത് മെഡിക്കൽ ഓഫീസർ ആയുർവേദ ബൈ ട്രാൻസ്ഫർ ആണ്. ഡിപ്പാർട്ട്മെൻറ്റ് ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിൻ ആണ്. കാറ്റഗറി നമ്പർ 467/2024. അടുത്ത ഡിപ്പാർട്ട്മെൻറ്റ് ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെൻ്റ് ആണ്. തസ്തിക ജൂനിയർ ജിയോ ഫിസിസ്റ്റ് ആണ്. കാറ്റഗറി നമ്പർ 468/2024. അടുത്തത് സ്റ്റാഫ് നേഴ്സ് ഗ്രേഡ് 2 ആണ്. ഡിപ്പാർട്ട്മെൻറ്റ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആണ്. കാറ്റഗറി നമ്പർ 469/2024 ആണ്. ഇനി അടുത്തത് ജൂനിയർ പബ്ലിക് ഹെൽത്ത് നേഴ്സാണ്. ഗ്രേഡ് 2, ഡിപ്പാർട്ട്മെൻറ്റ് മെഡിക്കൽ എഡ്യൂക്കേഷൻ. കാറ്റഗറി നമ്പർ 470/2024 ആണ്. അടുത്തത് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസറാണ്. ട്രെയിനി ആണ്. ഇതിലേക്ക് +2 യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഡിപ്പാർട്ട്മെൻറ്റ് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് ആണ്. കാറ്റഗറി നമ്പർ 471/2024. ഇനി അടുത്തത് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ തന്നെയാണ്. ഡ്രൈവർ ട്രെയിനിയാണ്. ഡിപ്പാർട്ട്മെൻറ്റ് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ്. കാറ്റഗറി നമ്പർ 472/2024. അടുത്തത് ഫീൽഡ് അസിസ്റ്റൻ്റ് ആണ്. ഡിപ്പാർട്ട്മെൻറ്റ് ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡിലേക്കാണ്. കാറ്റഗറി നമ്പർ 473/2024. അടുത്തത് ഹൈസ്കൂൾ ടീച്ചർ സാൻസ്ക്രിറ്റ് ആണ്. ഡിപ്പാർട്ട്മെൻറ്റ് എഡ്യൂക്കേഷൻ ആണ്. കാറ്റഗറി നമ്പർ 474/2024. അടുത്തത് ഹൈസ്കൂൾ ടീച്ചർ ഉറുദു ആണ്. ഡിപ്പാർട്ട്മെൻറ്റ് എഡ്യൂക്കേഷൻ. കാറ്റഗറി നമ്പർ 475/2024. അടുത്തത് ഹൈസ്കൂൾ ടീച്ചർ മലയാളം ബൈ ട്രാൻസ്ഫർ ആണ്. ഡിപ്പാർട്ട്മെൻറ്റ് എഡ്യൂക്കേഷൻ. കാറ്റഗറി നമ്പർ 476/2024. അടുത്തത് വുമൺ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസറാണ്. ട്രെയിനിയാണ്. ഡിപ്പാർട്ട്മെൻറ്റ് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് ആണ്. കാറ്റഗറി നമ്പർ 477/2024. ഇനി അടുത്തത് ചിക്ക് സെക്സർ ആണ്. ഡിപ്പാർട്ട്മെൻറ്റ് അനിമൽ ഹസ്ബൻഡറി ആണ്. കാറ്റഗറി നമ്പർ 478/2024. അടുത്ത തസ്തിക ആയയാണ്. ഡിപ്പാർട്ട്മെൻറ്റ് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കുണ്ട്. കാറ്റഗറി നമ്പർ 479/2024. അടുത്ത തസ്തിക അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ആണ്. സിവിൽ വിങ് ആണ്. ST കാറ്റഗറി മാത്രമേ ഉള്ളൂ. ഡിപ്പാർട്ട്മെൻറ്റ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ആണ്. കാറ്റഗറി നമ്പർ 480/2024. അടുത്തത് ലോ ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് തസ്തിക വരുന്നത്. ലീഗൽ അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2 ആണ്. ST അല്ലെങ്കിൽ SC കാറ്റഗറി മാത്രമേ ഉള്ളൂ. ഗവൺമെൻറ് സെക്രട്ടേറിയറ്റിലേക്കാണ്. കാറ്റഗറി നമ്പർ 481/2024. അടുത്ത പോസ്റ്റ് ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2 ആണ്. SC ST കാറ്റഗറി മാത്രമേ ഉള്ളൂ. ഡിപ്പാർട്ട്മെൻറ്റ് ഫുഡ് സേഫ്റ്റി ആണ്. കാറ്റഗറി നമ്പർ 482/2024. അടുത്തത് കമ്പ്യൂട്ടർ അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2 ആണ്. ST കാറ്റഗറി മാത്രമേ ഉള്ളൂ. ഡിപ്പാർട്ട്മെൻറ്റ് ഫിനാൻസ് സെക്രട്ടേറിയറ്റിലേക്കാണ്. കാറ്റഗറി നമ്പർ 483/2024. അടുത്ത പോസ്റ്റ് പോലീസ് കോൺസ്റ്റബിൾ ട്രെയിനി ആണ്. ആംഡ് പോലീസ് ബറ്റാലിയനിലേക്കാണ്. റിസർവ്ഡ് ഫോർ SC അല്ലെങ്കിൽ ST ആണ്. ഡിപ്പാർട്ട്മെൻറ്റ് കേരള പോലീസ് സർവീസിലേക്കാണ്. കാറ്റഗറി നമ്പർ 484/2024.
അടുത്ത പോസ്റ്റ് അസിസ്റ്റൻറ്റ് പ്രൊഫസറാണ് ഇൻ നെഫ്രോളജി, ഡിപ്പാർട്ട്മെൻറ്റ് മെഡിക്കൽ എഡ്യൂക്കേഷനാണ്. കാറ്റഗറി നമ്പർ 485/2024. അടുത്തത് അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ പീഡിയാട്രിക് സർജറിയാണ്, ഡിപ്പാർട്ട്മെൻറ്റ് മെഡിക്കൽ എഡ്യൂക്കേഷൻ. കാറ്റഗറി നമ്പർ 486/2024. അടുത്തത് അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ രാജന ശരീരാണ്, ആയുർവേദ മെഡിക്കൽ എഡ്യൂക്കേഷനാണ്. കാറ്റഗറി നമ്പർ 487/2024. അടുത്തത് അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ ക്രിയ ശരീരാണ്, കാറ്റഗറി നമ്പർ 488/2024 ഡിപ്പാർട്ട്മെൻറ്റ് ആയുർവേദ മെഡിക്കൽ എഡ്യൂക്കേഷനാണ്. ഇനി അടുത്തത് മോട്ടോർ ട്രാൻസ്പോർട്ട് ഇൻസ്പെക്ടറാണ്, ടെക്നിക്കൽ, SC കാറ്റഗറിയാണ്. ഡിപ്പാർട്ട്മെൻറ്റ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലാണ്, മോട്ടോർ ട്രാൻസ്പോർട്ട് വിങ്ങിലായിരിക്കും. കാറ്റഗറി നമ്പർ 489/2024. ഇനി അടുത്തത് മെഡിക്കൽ റെക്കോർഡ് ലൈബ്രറിയൻ ഗ്രേഡ് 2 ആണ്, ഡിപ്പാർട്ട്മെൻറ്റ് മെഡിക്കൽ എഡ്യൂക്കേഷനാണ്. കാറ്റഗറി നമ്പർ 490/2024. അടുത്തത് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസറാണ്, ഡ്രൈവർ ട്രെയിനിയാണ്, NCA നോട്ടിഫിക്കേഷനാണ്, ഡിപ്പാർട്ട്മെൻറ്റ് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസാണ്. കാറ്റഗറി നമ്പർ 491/2024. ഇനി അടുത്തത് സെയിൽസ് അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2 ആണ്, പാർട്ട് 2 സൊസൈറ്റി കാറ്റഗറിയാണ്, ക്വയർഫെഡിലേക്കാണ്. കാറ്റഗറി നമ്പർ 492 മുതൽ 495/2024 വരെയാണ്. അടുത്തത് ഹൈസ്കൂൾ ടീച്ചർ ഉറുദു ആണ്, ഡിപ്പാർട്ട്മെൻറ്റ് എഡ്യൂക്കേഷൻ. കാറ്റഗറി നമ്പർ 496/2024. അടുത്തത് LP സ്കൂൾ ടീച്ചറാണ്, തമിഴ് മീഡിയം ആണ്, അതുതന്നെ NCA നോട്ടിഫിക്കേഷനാണ്. കാറ്റഗറി നമ്പർ 497, 498, 99, 500 ആൻഡ് 501/2024 ആണ്. ഇനി അടുത്തത് UP സ്കൂൾ ടീച്ചറാണ്, മീഡിയം തമിഴാണ്, ഡിപ്പാർട്ട്മെൻറ്റ് എഡ്യൂക്കേഷൻ. കാറ്റഗറി നമ്പർ 502/2024. അടുത്തത് ക്ലർക്കാണ്, തമിഴ് ആൻഡ് മലയാളം നോയിങ്, ധീവര കാറ്റഗറിയാണ്, വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കുണ്ട്. കാറ്റഗറി നമ്പർ 503/2024. ഇനി ലാസ്റ്റ് വൺ ആയയാണ്, വിശ്വകർമ്മ കാറ്റഗറിയാണ്, വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കുണ്ട്. കാറ്റഗറി നമ്പർ 504/2024. അപ്പോൾ കേരള സർക്കാരിൻ്റെ കീഴിൽ ഇത്രയും തസ്തികകളിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത്. കേരള PSC വഴിയാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത്. താല്പര്യമുള്ളവർക്ക് PSC വഴി അപേക്ഷിക്കാവുന്നതാണ്. ഈ ഓരോ ജോലിയുടെയും വിശദമായിട്ടുള്ള വീഡിയോസ് വരും ദിവസങ്ങളിൽ ചെയ്യുന്നതായിരിക്കും. ഓരോ ജോലിയുടെയും ക്വാളിഫിക്കേഷൻ എന്താണെന്നുള്ളതും ഡീറ്റെയിൽസൊക്കെ വ്യക്തമായിട്ട് പറയുന്നതാണ്. വരും ദിവസങ്ങളിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താല്പര്യമുള്ളവർക്ക് ക്വാളിഫിക്കേഷൻസൊക്കെ നോക്കിയിട്ട് അപേക്ഷിക്കാവുന്നതാണ്. അപേക്ഷിക്കേണ്ട സൈറ്റ് kerala.psc.gov.in ആണ്. ഈ സൈറ്റ് വഴി നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. കാറ്റഗറി നമ്പർ 460 മുതൽ 504 വരെയാണ്. ഈ എല്ലാ ജോലിക്കും അപേക്ഷിക്കേണ്ട അവസാന തീയതി ജനുവരി 15 ആണ്. താല്പര്യമുള്ളവർക്ക് യോഗ്യത നോക്കിയിട്ട് അപേക്ഷിക്കാവുന്നതാണ്. താല്പര്യമുള്ളവർ അപേക്ഷിക്കുക. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസിയും ഡീറ്റെയിൽസും ഒക്കെ അറിയാനായിട്ട് ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി.